റോഡ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയതോടെ ദുരിതത്തിൽ വാഴത്തോപ്പ് പേപ്പാറയിലെ ഒരു കുടുംബം. പ്രദേശവാസിയായ നെല്ലാനിക്കൽ ചിന്നമ്മയും കുടുംബവുമാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഇവർ വിട്ടു നൽകിയ ഭൂമിയിൽ മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ വീട് അപകടാവസ്ഥയിലായി. കാലവർഷം അടുക്കുന്നതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഈ കുടുംബം. മുഖ്യമന്ത്രിയുടെ പ്രളയ പുനരധിവാസ പദ്ധതിയിൽപ്പെടുത്തിയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ പൈനാവ് പേപ്പാറ അശോകക്കവല റോഡ് നിർമ്മിച്ചത്. 22 കിലോമീറ്റർ ദൂരമുള്ള റോഡ് BM&BC നിലവാരത്തിൽ പണിയുന്നതിനായി 122 കോടി രൂപയും അനുവദിച്ചു. KSTPക്കായിരുന്നു റോഡിന്റെ നിർമ്മാണ ചുമതല. അവികസിത മേഖലയായിരുന്ന പേപ്പാറ പ്രദേശത്ത് ഉന്നത നിലവാരത്തിലുള്ള റോഡ് പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിൽ പ്രദേശവാസിയായ നെല്ലാനിക്കൽ ചിന്നമ്മ സ്വന്തം പേരിലുള്ള പട്ടയഭൂമിയും വിട്ടു നൽകി. വീടിനോട് ചേർന്ന മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ ഇപ്പോൾ ചിന്നമ്മയും കുടുംബാംഗങ്ങളും വലിയ ആശങ്കയിലാണ്. ഈ ഭാഗത്ത് റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് PWD അധികൃതർ വാക്കു നൽകിയതുകൊണ്ടാണ് ഇവർ റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയത്. എന്നാൽ കരാറുകാരൻ വാക്കു പാലിച്ചില്ലെന്നും മഴക്കാലമാകുന്നതോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇവർ പറയുന്നു. ഞാനൊരു രോഗിയാണ്. എനിക്ക് ഇവിടെ രാത്രിയിലാണെങ്കിലും കിടന്നുറങ്ങാൻ ഒരു രക്ഷയില്ല. എപ്പോഴാണ് മണ്ണിടിഞ്ഞ് ചാടുന്നതെന്ന് അറിയാൻ പാടില്ല. വണ്ടി വെയിൽ തെളിഞ്ഞ വണ്ടി പോയി കഴിയുമ്പോൾ പൊടി കാരണം എനിക്ക് ശ്വാസം മുട്ട വീട്ടിലിരിക്കാൻ പാടില്ല. വലിയ വണ്ടിയുടെ കല്ല് വരെ തെറിച്ച് തല ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഭിത്തി കെട്ടിത്തരാമെന്ന് പറഞ്ഞ് ഈ റോഡ് പണിതപ്പം മുതൽ കെട്ടിത്തരാമെന്ന് ഇതുവരെയും കെട്ടി തന്നിട്ടില്ല. ഞങ്ങൾ പലരോടും പറയുകയും ചെയ്തു. ആരും ഇതുവരെയും കെട്ടി തന്നിട്ടില്ല. സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ നിർമ്മാണം പൂർത്തിയാക്കാതെ കരാറുകാരൻ കടന്നു. ഇതോടെ 100 മീറ്റർ ദൂരത്ത് മാത്രം റോഡിന്റെ നിർമ്മാണം നടന്നിട്ടില്ല. നാട്ടുകാർ ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ വഴി കണ്ടാൽ ഈ പറയുന്ന പ്രദേശവാസികൾക്ക് മാത്രമല്ല, ജനപ്രതിനിധികൾ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഈ ആളുകൾക്ക് ഇത് കണ്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, പഞ്ചായത്ത് മെമ്പറുണ്ട്, അതുപോലെ ബ്ലോക്കുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, എല്ലാ സംവിധാനങ്ങളുള്ളൊരു സംവിധാനമാണല്ലോ ഇത്. ഇവരെല്ലാം വന്നു പോകുന്നു. അവരുടെ വണ്ടിക്ക് അവർ വരുന്നു, അവർ പോകുന്നു. പക്ഷെ അവരൊന്നും ഇവിടെ താമസിക്കുന്ന ആളുകളല്ല. ഞങ്ങൾ താമസിക്കുന്നത് ഈ പ്രദേശത്താണ്. ഈ അമ്മച്ചി എന്ന് പറയുന്നത് 6 ജീവനുള്ള ഒരു കുടുംബം. ഈ നേരെ താഴെ കാണുന്ന ഒരു വീട് അവരുടെയാണ്. 6 ജീവനുണ്ട് അവിടെ. ഇവർക്ക് സംരക്ഷണത്തിൽ കെട്ടിക്കൊടുക്കേണ്ട ഒരു മര്യാദയുണ്ടല്ലോ. ആവശ്യമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ കെട്ടിപ്പൊക്കി എന്തൊക്കെയോ കൂടത്വം ചെയ്തു, എന്തൊക്കെയോ ചെയ്തെങ്കിലും അറിയത്തില്ല. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഈ 50 മീറ്റർ പരിസരത്ത് ഈ വഴി എത്രയും പെടുന്നില്ലെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ KSTPയുടെ ഒരു വണ്ടി പൈനാവിൽ നിന്ന് പുറപ്പെട്ടാൽ ഞങ്ങൾ ഇവിടെ അറിയും. ആ വണ്ടി ഞങ്ങൾ തടഞ്ഞിരിക്കും. മഴ ശക്തമായാൽ വീടിന് മുകളിലേക്ക് മണ്ണിടിയാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 6 അംഗങ്ങളാണ് ഈ വീട്ടിലുള്ളത്. 2018 പ്രളയത്തിൽ വലിയ മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവും ഉണ്ടായ പ്രദേശം കൂടിയാണിത്. 122 കോടി രൂപ ചെലവഴിച്ച് 22 കിലോമീറ്റർ ദൂരം റോഡ് നിർമ്മിച്ചതിൽ 100 മീറ്റർ ഭാഗത്ത് മാത്രമാണ് പ്രതിസന്ധി നിലനിൽക്കുന്നത്. ചിന്നമ്മയ്ക്കും കുടുംബത്തിനും ആവശ്യമായ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അടിയന്തരമായ റോഡിന്റെ ബാക്കിയുള്ള ഭാഗത്തെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.